ഹായ് ഹലോ നമസ്കാരം. അപ്പോ നിങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രോസറി അൺബോക്സിങ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോ എന്റെ കൂടെ ഇതിനെ കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വരും. നിങ്ങൾ എന്ന് എന്നോട് നിർത്താൻ പറയുന്നോ അന്ന് ഞാൻ ഇത് നിർത്തുള്ളൂ. ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം, സംഭവം കലക്കി. ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എന്തോരം ലുലുന്ന് ഗ്രോസറി വാങ്ങിച്ചു വെറുതെ കളഞ്ഞു. അല്ല, വെറുതെ കളഞ്ഞല്ല, ഈവൻ ഈസ്റ്ററിന് നമ്മൾ ഒരു കെട്ട് സാധനം വാങ്ങിച്ചല്ലേ. ആദ്യമേ വാങ്ങിച്ച സാധനം വീറ്റ് പായസം. ഇത് ഫ്രിഡ്ജ് വെക്കണോ? ഇത് ഇവിടുത്തെ ജസ്റ്റിക്ക് വേറെ ഉണ്ടാ തരാം. ജസ്റ്റിക്ക് യാപ്പൂൺ കീറിയിട്ട് വാങ്ങിച്ചോട്ടെ. എനിക്കറിയാമല്ലേ ജസ്റ്റി, ഇത് ഷുഗർ ആണേ. എന്റെ അപ്പ ഷുഗർ കഴിക്കുമായിരുന്നു. സോ യു ഓൾവേസ് ഈറ്റ്, യു ഓൾവേസ് വാച്ച് യുവർ ഫോൺ. ഗസ് ഹൗ മച്ച് ടൈം എന്റെ അമ്മ ഫോൺ കണ്ടു? 12 hours. ഇന്നലെ കേക്ക് മുഴുവൻ മേടിച്ചിട്ട് തിന്നില്ലേ? കുറച്ച് അയ്യോ ഓർക്കണേ. അടുത്തത് പാലട പായസം. അതേതാന്നറിയോ? അത് മരിയാപ്പയുടെ ഒരു ഭയങ്കര വൈറൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവോ? ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ചീസ് കേക്ക്. അത് ഞാൻ ഇങ്ങനെ എനിക്കൊരു ക്രേവിങ്സ്, അത് കഴിക്കണം. അത് വാങ്ങിച്ചു കഴിച്ചു. ഇത് രണ്ട് എന്നൊക്കെ പായസമാ. അപ്പം പാലട പായസം 10 ദിറം, 10.45. വീറ്റ് പായസം 22.45. ജസ്റ്റ് വട്ട കേട്ടോ. അടുത്തത് ലേസ് ചിക്കാഗോ ഹോട്ട് വിങ്സ്. ചിക്കാഗോ ഹോട്ട് വിങ്സ് പറഞ്ഞപ്പോഴത്തെ ഹോട്ട് വിങ്സില് മറ്റേ എന്തോ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, അല്ലേ? ഇനി അടുത്തത് ചക്കപ്പഴം. എന്റെ ദൈവമേ, എന്നാ മണമെന്നറിയോ? ഇത് വിയറ്റ്നാമിന്റെ ജാക്ക് ഫ്രൂട്ട് ആണേ. ഞാൻ നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ച് ഒന്നുകൂടെ കൊല്ലാം. ഇത് 18 ദിറംസേ ഉള്ളൂ. പോയി വാങ്ങിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിട്ടൊന്ന് പൊട്ടിക്കണം എന്നൊക്കെ തോന്നുന്നു. ഈ പ്രാവശ്യം പിന്നെയും വന്നിട്ടുണ്ട് 18 ദിറംസ് വിയറ്റ്നാമിന്റെ ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, നമ്മളുണ്ടല്ലോ മറ്റേ സിനിമയ്ക്കകത്തെ പോലെ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പം ഇത് ഏതാ വാഴക്കകത്ത് വെക്കലേ. ഈ കോളേജിൽ പഠിക്കാത്തവന്മാരൊക്കെ അങ്ങോട്ട് മാറി ഒരു സൈഡിലോട്ട് മാറി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാറി നിൽക്കുന്ന പറഞ്ഞോലെ മണ്ട ചെല്ലുമ്പോ തമ്പരാൻ പറയും വിയറ്റ്നാമിന്റെ ജാക്ക് ഫ്രൂട്ട് കഴിക്കാത്തവന്മാരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ. അപ്പം നമ്മൾ ഈ സൈഡിൽ കാണും. അതുകൊണ്ട് വായിച്ചാ ഓക്കെ. അടുത്തത് എനിക്കറിയാൻ മേല എന്തൊക്കെയോ, ഇതിന്റെയൊക്കെ പേരിനാണ് ചൊക്കോ എന്തോ ചൊക്കോ കുക്കോ എന്നൊക്കെ പറഞ്ഞ എന്തോ സാധനം. ഇത് I translated from Japanese. Chang ching chong ching chong. ഈ ജസ്റ്റ് ഈ കൊച്ചിനെ സെൻസർ ചെയ്തിട്ടാണോ ബില്ലടിക്കുന്നത്? ചിരിച്ചോടെ ഇരുന്നോ? അത് രണ്ടെണ്ണം. ഇപ്പൊ ഇവർക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, സ്കൂളിൽ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. Jedu, wait until Ruby comes. Ruby will come after my class finishes. ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ട്, അതൊക്കെ തിന്നാ മതി. ചോറക്കറി. അടുത്തത് ഒരു വൈറ്റ് ബോർഡ് മാർക്കർ വാങ്ങിച്ചു. ഇത് പെർമനന്റ് ആണെന്ന് നോക്കിയായിരുന്നോ? ഇത് വൈറ്റ് ബോർഡ് മാർക്കർ വാങ്ങിച്ചു. ബിക്കോസ് എനിക്ക് ബോർഡിൽ എഴുതി, ഐ മീൻ ഫ്രിഡ്ജിന്റെ അവിടുത്തെ ബോർഡിൽ എഴുതി വെക്കാൻ നാളെ എന്താ കഴിക്കുന്നത്. കാരണം രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോ ഞാൻ മറന്നു പോകും. ഈവൻ ചിലപ്പോ പാലപ്പത്തിന് അരച്ചു വെച്ചിട്ട് പോലും അത് ഉണ്ടാക്കാതെ വേറെ ഉണ്ടാക്കിയ ചരിത്രം എനിക്കുണ്ട്. അത്രയ്ക്കും മറങ്ങിയ ചിലപ്പോ. പാലപ്പല്ല കേട്ടോ, ഇത്തിരി ഞാൻ തള്ളിയതാ. പക്ഷെ നമ്മൾ സാധാരണ ഞാൻ വിചാരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ഓവർനൈറ്റ് ഓട്സിനൊക്കെ സോക്ക് ചെയ്ത് വെക്കും. പക്ഷെ രാവിലെ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് മുട്ടയൊക്കെ പുഴുകിക്കൊണ്ടോ. പക്ഷെ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്കർ. ജേടൻ പ്രത്യേകം പറയുന്നു, ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചെടുത്ത് തിന്ന് തീർത്തേക്കരുത് കേട്ടല്ലോ. ഓടിക്കുന്ന മൊത്തം സാധനം ഈ ചറങ്ങണ നശിപ്പിക്കുന്നത്. അമ്മേ നല്ല ഒരു ആക്ട് കൊണ്ട് വലിയ പാടാ കേട്ടോ. പിന്നെ ഒരു വൈപ്സ്, ഒരു വെറ്റ് വൈപ്സ് വാങ്ങിച്ചു ഇതിന്റെ കുണ്ടി ഉടക്കാൻ. അല്ല, ഞാൻ അങ്ങനെ ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേ സെബാമ്മയിട്ട് തന്നെ വാങ്ങിച്ചു വെറുതെ കുണ്ടി ഉടഞ്ഞു. എന്തിനായിരുന്നോ എന്തോ, ചുമ്മാ ഇല എടുത്ത് കൊടുത്താ. എല്ലാ സെൻസിറ്റീവ് സ്കിന്നാ വന്നിട്ട് അത് എന്റെ മേക്കപ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട്. അയ്യോ, ഇത് ഫിഷ് ആൻഡ് ചിപ്സ്. ഇത് മധുരം അല്ലല്ലോ, എണ്ണയിലല്ല, ഇത് ഗ്രില്ല് ചെയ്തേക്കുന്ന ഹെൽത്തി ആണ്. പിന്നെ തടി കൂടി ജസ്റ്റ് ഏപ്രിലായി, ജാനുവരി തൊട്ട് ഡയറ്റാണേ. ഒരു 2 ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചു. ഫിഷ് ആൻഡ് ചിപ്സാ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫിഷ് ആൻഡ് ചിപ്സ്. ഇതെന്താ ജസ്റ്റ്
ഇതെന്നതാ സംഭവം? എനിക്കറിയില്ല. ഇങ്ങനെ മനുഷ്യർക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ട്. ഇത് ക്യാബേജ് തോരൻ. എനിക്കറിയാൻ മേല കേട്ടോ, ഇങ്ങനെ മനുഷ്യർക്ക് ഇത് ഇത്രയ്ക്ക് പിന്നുള്ള സാധനം ഇതിനകത്ത് എന്ത് ഇരുന്നിട്ടാ? ക്യാബേജ് അത് മനസ്സിലായി. ക്യാബേജ് തോന്നുന്നത് ക്യാബേജ് അല്ലാതെ വേറെ വല്ലതും വരുമോ? ക്യാബേജ് തോരൻ 5.45 ലുലുവിൽ. ബീഫ് ഫ്രൈ. ജസ്റ്റ് ഞാൻ ഇവിടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി പുഴുങ്ങി വെച്ച ബീഫ് മുഴുവൻ തിന്നു തീർത്തല്ലേ? ഞാനോ? ആ, അതിന്റെ ഒരു 2 കഷ്ണം ഞാൻ തിന്നു. അത് കഴിഞ്ഞ് കഴിപ്പിച്ച കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ചോറുണ്ടാക്കണ്ട കേട്ടോ. എന്താ കള്ളുടിമാരാണ് ഒരു മൂലക്ക് നിന്ന് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്നത്? അതെവിടാ ബീഫ് ഫ്രൈ 18.45. ജസ്റ്റിനെ ആ ലുലുവിന്റെ ഏരിയൊക്കെ അടുപ്പിക്കാൻ ആരാ പറഞ്ഞ അടുത്ത നല്ലതാന്ന് ആരോ പറഞ്ഞു. അയ്യോ ഈ അവിടെ വേറൊരു ബീഫ് വാങ്ങിക്കണം. ഇത് പിന്നെ ഒരു ജാക്ക് ഫ്രൂട്ട് ഇങ്ങനെ വാങ്ങിച്ചു. ഇതും 18 സംതിങ് ആട്ടോ. ഇതും വിയറ്റ്നാമിന്റെ 17. അപ്പൊ ഇത് 18. ഡിഫറൻസ് ഈസ് ഇത് ഓറഞ്ച്, ഇത് മഞ്ഞ. പണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ഒരു തേൻ വരിക്ക, ഇതേ സെയിം കളർ തന്നെ. എന്താ ടേസ്റ്റ് ആയിരുന്നോ അറിയോ? ഇപ്പൊ 2 ജാക്ക് ഫ്രൂട്ട് വാങ്ങിച്ചു. 2 എത്ര 2 പിന്നെ എനിക്കിഷ്ടമുള്ള പഴം ജസ്റ്റിയുടെ വാങ്ങിച്ചില്ലേ ഈ പ്രാവശ്യം? ഇത് രസകദളി, ബനാന രസകദളി. കദളി പൊൻകദളി അങ്ങനെ അത് വാങ്ങിച്ചു. അതിന് 9 dirhams കേട്ടോ. ചക്കപ്പഴം ഫ്രിഡ്ജ് വെക്കണ്ട, നമ്മൾ കഴിക്കാൻ മറന്നു. പിന്നെ തേങ്ങ. എല്ലാരും ചോദിച്ചു ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ തേങ്ങ കിട്ടുന്നതെന്ന്. സത്യം പറയാം, സീക്രട്ട് ആണ്, അത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. 4 ബോക്സ് തേങ്ങ നമ്മൾ ലുലുവിന്ന് എടുത്തു. അഡ്രസ്സോടെ പറഞ്ഞു നോക്ക്. ഇത് 5.75. തേങ്ങയ്ക്കൊന്നും വിലയൊന്നും കൂടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു യൂസഫ് വലി അംഗം. തേങ്ങയ്ക്കൊന്നും വില കൂടാത്ത. ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മള് കട്ടെടുത്ത് താഴെയല്ല കേട്ടോ, നമ്മള് കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല. ബിക്കോസ് കുറച്ച് ദിവസത്തേനെ റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നുള്ളൂ ലുലുവില് കേട്ടോ. ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, ഇവരെ മാറ്റി. നമുക്ക് എത്ര തേങ്ങ വേണേലും എടുക്കാം. ഫാമിലിക്ക് ആർക്കും എടുക്കാം. അവരല്ലേ പറഞ്ഞ കടക്കാർ ഒത്തിരി എടുക്കുന്നോണ്ടാണ്. പിന്നെ കുഞ്ഞുള്ളി, നമ്മള് ഇന്ത്യൻ മലയാളികൾക്ക് ഉള്ളി ഇല്ലാതെ പറ്റിയല്ലോ. ഇതെന്നാ സാധനം? ചെറുക്കം വാങ്ങിച്ചാ അതെങ്ങനെ? തള്ളയും മോനും. ഒരു തള്ളയുണ്ട്, ഒരു മോനുണ്ട്. എന്തൊക്കെ വാങ്ങിക്കുന്നത് ബോധമില്ലാത്തൊരു തന്തി. നമ്മുടെ വായിലൊട്ടിക്കാനുള്ള ഗ്ലൂ. ഈയിടെ ആരാണ്ട് ചോദിച്ചാൽ ഇപ്പൊ ഈ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിക്കുന്ന കാണുന്നില്ലല്ലോ. ഇതേ പരാതി തീർത്തിരിക്കുന്നു. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിരിക്കുന്നു. പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ. അതെ, കൊച്ചിന്റെ ഫേവറേറ്റ്. 50 dirhams. ഓക്കെ, 3.5 ഇല്ല, 2.1 ഉള്ളൂ. ഇതാണ് ആ സ്വീറ്റ് പൊട്ടറ്റോ. നല്ല പർപ്പിൾ കളർ ഉള്ളത്. നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ലുലുവില് പല ടൈപ്പ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. അമേരിക്കയുടെ ഉണ്ട്, ഉഗാണ്ടയുടെ ഉണ്ട്, ഈജിപ്തിന്റെ ഉണ്ട്, USA ഉണ്ട്, ഇന്ത്യയുടെ നല്ല കേട്ടോ. ഇന്ത്യയുടെ പക്ഷെ എപ്പോഴും ഇല്ല. പിന്നെ ഏത് രാജ്യത്തിന്റെയാ? പിന്നെ ഇത് ജസ്റ്റ് ഇന്തോനേഷ്യയുടെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നല്ല സ്വീറ്റ് പൊട്ടറ്റോ, ഏറ്റവും ടേസ്റ്റി ആൻഡ് യമ്മി ഇന്തോനേഷ്യയുടെയാണ്. വാങ്ങിച്ചോട്ടോ. നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഇന്തോനേഷ്യയുടെ സ്വീറ്റ് പൊട്ടറ്റോയാണ്. പക്ഷെ വില മാത്രം ഇച്ചിരി കൂടുതലാണ്. 50 dirhams സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക്. ഒരു മിനിറ്റ്. ആണുങ്ങളിലാണ് ആ അബ്കാരി കോൺട്രാക്ടർ കടയാടി രാഘവൻ. ഇത് വാട്ട് ഇസ് ദാറ്റ്? ഞാൻ നെയ്മൊക്കെ അങ്ങ് ഫോർഗോട്ട് ആയിപ്പോയല്ലോ. വാട്ടർമെലൻ. ഇത് പണ്ടുണ്ടല്ലോ നക്ല ചേമ്പറവേ. ഇത് 10.85. പണ്ട് ചെറുപ്പത്തിൽ വേനൽക്കാലം ആകുമ്പോ നാട്ടിൽ ഇങ്ങനെ വിൽക്കും ഈ സാധനം. നമ്മുടെ പാപ്പ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആകെ ഒരു ഫ്രൂട്ട് ഈ ഒരു സാധനമായിരുന്നു. ബാക്കി മുഴുവൻ ഞങ്ങൾ ചെറുപ്പത്തിൽ ആപ്പിൾ കഴിച്ചിട്ടില്ല, ഓറഞ്ച് കഴിച്ചിട്ടില്ല, മുന്തിരി കഴിച്ചിട്ടില്ല. ഇങ്ങനത്തെ ആദ്യമായി ഒരൊറ്റ ഫ്രൂട്ട്സും നമ്മുടെ വീട്ടിൽ പപ്പ കാശ് കൊടുത്ത് വാങ്ങിക്കില്ല. നമ്മുടെ വീട്ടില് ആത്തക്ക, ഏത്തക്ക, ചക്കപ്പഴം, വാഴയ്ക്ക, പൈനാപ്പിൾ, പിന്നെ നാട്ടിൽ കിട്ടുന്ന ബാക്കി സാധനങ്ങളില്ലേ, മറ്റേ ചാമ്പയ്ക്ക, പിന്നെ നേസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ആത്തച്ചക്ക. നാട്ടിൽ ഒത്തിരി ഉണ്ടല്ലോ. പക്ഷെ ഈ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചേക്കുന്നത്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു അപ്പൻ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ.
അത് എന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, മൊത്തം വിഷമാണെന്ന്. സത്യമാട്ടോ, വിഷമാണെന്നാ പറഞ്ഞു. അപ്പൊ പേഷ്യൻസിനെ ഒന്നും കാണാൻ പോകുമ്പോഴെല്ലാം ആരോഗ്യങ്ങളെ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം ഒന്നും വാങ്ങിച്ചോണ്ട് പോകത്തില്ല. പക്ഷെ ഈ ഒരു സാധനം വാങ്ങിക്കുമായിരുന്നു. പപ്പാ ജോലിക്ക് മക്ക. അപ്പൊ ഇത് ഒരു വാട്ടർമെലൻ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞ ഡയറ്റിങ്ങിന് വാട്ടർമെലൻ അടുക്കാന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. ഫൈനലി പിന്നെ എന്റെ സ്വന്തം ലലീലോ എനിക്ക് കപ്പളങ്ങ തരണ്ട്. കപ്പളങ്ങ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. കപ്പളങ്ങ ഇതിന് 19 ദിറം, 19.55 അല്ല 19.65. ഇത് കപ്പളങ്ങ വാങ്ങിച്ചു. പപ്പായ, കറുമുറ. ഓരോ നാട്ടില് ഞാൻ ഈയിടെ ചോദിച്ച കമന്റ് ഇടാൻ പറഞ്ഞു ഈ സാധനത്തിന് ഓരോ നാട്ടിലെ പേര്. കറുമുറ, പപ്പായ, കിറുമുറ എന്നൊക്കെ പറഞ്ഞ 1000 പേര്. ഞങ്ങളുടെ കോട്ടയത്തിന്റെ പേര് കപ്പളങ്ങ. ഓക്കെ, കോട്ടയത്തെ എല്ലാ സാധനത്തിന്റെയും പേര് വെറൈറ്റി അല്ലേ. കപ്പളങ്ങ, മൂപ്പിളി വണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അമ്മേ ഞാൻ സബ്ജക്റ്റിൽ നിന്നും തെന്നിപ്പോന്നു. ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നാന്ന് ചോദിച്ചാൽ വാഴയില. 6.25 ഒരു വാഴയില. ഇതെന്തിനാ ജസ്റ്റ് വാങ്ങിച്ചെന്ന് വെച്ചാ ഇത് നല്ല ഇത് 6 എണ്ണം തോന്നുന്നു. ഒരു മിനിറ്റ്, ദൈവം എനിക്ക് ശ്വാസം മുട്ടുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ നാളെ വിഷു ആണ് അത്ര. അപ്പൊ ജസ്റ്റിക്ക് വിഷു സദ്യ കഴിക്കണം. അതൊക്കെ ജസ്റ്റ് വാങ്ങിച്ചോണ്ട് നിൽക്കുന്ന ഒരു ക്യാബേജ് തോരൻ. ഇത് വെച്ചിട്ട് എന്ത് വിഷു സദ്യ? ഇനി നാളെ എനിക്ക് ജോലിയുണ്ട്, എനിക്കറിയാൻ പറ്റില്ല ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന്. ജസ്റ്റിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. വിഷു സദ്യ ഉണ്ടാക്കണമെന്ന്. ആരുണ്ടാക്കും ജസ്റ്റി? ഞാൻ ചോറും ഉണ്ടാക്കാം, ആ ക്യാബേജ് തോരനും ഇടയ്ക്കകത്ത് വെച്ച് തരും. ഓക്കെ, മതിയോ? ബീഫിനെല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ. വിഷുവിന് നോൺ വെജ് ഒന്നും അവര് കഴിക്കല. അവര് അവിടെ വിശുദ്ധ ദിവസമായിട്ട് കാണുന്ന ദിവസമാണ്. അപ്പൊ ജസ്റ്റിക്ക് ബീഫ് കഴിക്കല. അപ്പം ജസ്റ്റിക്ക് വിശ്വസത കൊടുക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. എനിക്ക് പോലും കേട്ടോ. ഇലയുണ്ട് ഇവിടെ, ചോറുണ്ട്, ക്യാബേജ് തോരൻ വാങ്ങിച്ചുണ്ട്. ഞാൻ ഇച്ചിരി മീൻകറി വെച്ചതാ, ബാക്കി വേറൊന്നും എന്റെ ഇല്ല. ജസ്റ്റിക്ക് വിശ്വസദ്യ കഴിക്കണം. ഇതാണ് സൈക്കോളജിക്കൽ മൂവ്. ഇല വാങ്ങിച്ചു, ബാക്കി ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. പുള്ളി ലുലുവിൽ പോയത് അവിയല് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. പക്ഷെ ലുലുവിൽ എല്ലാം തീർന്നു പോയി പച്ചക്കറി. എന്റെ ഭാഗ്യം. ജസ്റ്റ് വിശ്വസദ്യ ഉണ്ടാക്കുവോ കഴിക്കുവോ എന്തുവേണമെങ്കിലും ചെയ്തോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലുലുവിൽ നിന്ന് വാങ്ങിച്ചത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുക. ഓക്കെ, ഇതുപോലെ കിളി പ്രത്യേക വീഡിയോ ഇനിയും കാണുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് ഷാർപ്നർ പ്ലസ് റൈസർ. എന്റെ പൊന്നു മക്കളെ, ഇവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ചെറുക്കൻ സ്കൂളിൽ ഇപ്പൊ പോകുന്നില്ലെങ്കിൽ പോലും ഇതാ തിന്നുന്നത്. ഒരു ദിവസം 2 പെൻസില്, ഷാർപ്നർ, റൈസർ. ഇത് സ്കൂളിൽ കൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ പോരും. ഇവിടെ പ്രശ്നമായതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ചാക്കന് വാങ്ങിച്ചു. ഇത് 2 in 1 ആണ്, ഷാർപ്നർ പ്ലസ് റൈസർ. അപ്പൊ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നമുക്കായ ബില്ലാണ് നമ്മൾ നോക്കുന്നത് 312 ദിറംസ്. വെറുതെ ലുലുവില് എന്നെ വാങ്ങിക്കാൻ പോയതായിരുന്നു ജസ്റ്റിക്ക് വിഷുവിന് കറി വാങ്ങിക്കാൻ പോയതാ. ഇതിനേക്കാളും ഇവിടുത്തെ ഏതെങ്കിലും 2 5 സ്റ്റാർ ഹോട്ടൽ, ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ 2 സദ്യ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ വന്നേ. ഇപ്പൊ വിഷു സദ്യക്കുള്ള സാധനം കിട്ടിയോ? അതും ഇല്ല. 312 ദിറംസ് പറന്നുപോയി. അപ്പൊ ശരി, എന്നാ പോയച്ചും വരാം.